ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ സീനിയർ കോർട്ട് അസിസ്റ്റന്റ് കം സീനിയർ പ്രോഗ്രാമർ, ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ എന്നീ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 27/6/2025. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. സീനിയർ കോർട്ട് അസിസ്റ്റന്റ് കം സീനിയർ പ്രോഗ്രാമർ 6 ഒഴിവാണുള്ളത്. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ 20 ഒഴിവാണുള്ളത്. രണ്ടും കൂടെ ചേർത്ത് 26 ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ളത്. നെയിം ഓഫ് പോസ്റ്റ് സീനിയർ കോർട്ട് അസിസ്റ്റന്റ് കം സീനിയർ പ്രോഗ്രാമർ. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ശമ്പള സ്കെയിൽ 47,600 രൂപയും പ്ലസ് അലോൺസും. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 35 വയസ്സിനും ഒക്കെ. SC ST OBC PWBD എക്സ് സർവീസ്മാൻമാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടറൈസേഷൻ ഫീൽഡിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. 6 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പ്യൂട്ടറൈസേഷൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ഓർ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 60% മാർക്ക്. 7 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പ്യൂട്ടറൈസേഷൻ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാവും. അടുത്തത് സീനിയർ കോർട്ട് അസിസ്റ്റന്റിന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് റിട്ടേൺ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്. അതിന്റെ സിലബസ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. തേർഡ് വരുന്നത് പ്രാക്ടിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നാലാമതായി വരുന്നത് ഇന്റർവ്യൂ ആണ്. ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്. അടുത്ത പോസ്റ്റ് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പേ സ്കെയിൽ വരുന്നത് 35,400 രൂപയും അലവൻസും. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ. SC ST OBC PWBD എക്സ് സർവീസ്മാൻമാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതുമല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതുമല്ലെങ്കിൽ ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റിന്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ഒന്നാമതായി വരുന്നത് റിട്ടേൺ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ എക്സാം. സിലബസ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. രണ്ടാമതായി വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മൂന്നാമതായി പ്രാക്ടിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നാലാമതായി വരുന്നത് ഇന്റർവ്യൂ. ഇങ്ങനെ 4 സെഷനായിട്ടാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ OBC ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപയും പ്ലസ് ബാങ്ക് ചാർജുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. SC ST എക്സ് സർവീസ്മാൻ PWBD ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയും പ്ലസ് ബാങ്ക് ചാർജുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഇനി അപേക്ഷ അയക്കേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റായ www.scci.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 27/6/2025 ആണ്. അതായത് ജൂൺ 27-ാം തീയതിയാണ് ഇതിന്റെ അവസാന തീയതി. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.